യു ഗോട്ട് ഇൻ ടു അഡ്വർടൈസിങ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കണം. ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാനുഫാക്ചറിങ് ആയിരിക്കാം, ചിലപ്പോൾ ബാങ്കിങ് സെക്ടർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വൈറ്റ് ഗുഡ്സിൻ്റെ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. അയാൾ ഒരു ബ്രാൻഡിലേക്ക് അയാളെ കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റിങ്റ്റീവ്നെസ് ആണ്. വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് എന്തുമാത്രം എന്താ പറയുക വേറിട്ട് നിൽക്കുന്നു അല്ലേ. ആ വേറിട്ട് നിൽക്കാനുള്ള സംഭവത്തിനെയാണ് നമ്മളെന്ത് ചെയ്യുക, നമ്മളത് ഹൈലൈറ്റ് ചെയ്തിട്ട് മറ്റുള്ള പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് അതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ അതിന് മുമ്പായിട്ട് നെഗറ്റിവിറ്റീസ് മാക്സിമം അതിന് മിനിമൈസ് ചെയ്യാൻ നോക്കിയിട്ട് എന്തൊക്കെയാണ് താരതമ്യം ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ പ്രൈസ് കോൺഷ്യസ് ആയിരിക്കാം കസ്റ്റമേഴ്സ്. ചില ആൾക്കാർ പ്രൈസ് നോക്കുന്നുണ്ടാവും, ചില ആൾക്കാർക്ക് പ്രൈസിൻ്റെക്കാളും കൂടുതലായിട്ട് പ്രോഡക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നല്ല ക്വാളിറ്റി സാധനം കുറച്ച് പൈസ കൂടിയാലും കുഴപ്പമില്ല എന്നുള്ള അങ്ങനെ ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ 2 ടൈപ്പ് ആൾക്കാരാണ്, ഒന്ന് ബ്രാൻഡ് കോൺഷ്യസും ഒന്ന് പ്രൈസ് കോൺഷ്യസും. അപ്പോൾ ഇത്തരം 2 കാറ്റഗറീസിനെയും അപ്പീൽ ചെയ്യുന്ന രീതിയിൽ എന്താ പറയുക, ആ പ്രോഡക്റ്റിനെ സെറ്റ് ചെയ്ത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ അതിനെ മൂവ് ചെയ്യണം എന്ന് ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ടീം തീരുമാനിക്കുന്നതിനെയാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്.